ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയൻ്റെ കേസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ആദ്യം അറിഞ്ഞത് ഒരു അബദ്ധത്തിൽ ആരെയോ കൊന്നിട്ട് അകത്ത് പോയി അങ്ങനെ യമനിൽ ജയിലിലായി എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞിരുന്നത്. പക്ഷേ ഏതുവരെ ന്യൂസ് 18 വന്ന ഒരു ന്യൂസ് വരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയ ചെയ്ത തെറ്റെന്താണ്, എങ്ങനെ ഈ സാഹചര്യത്തിൽ വന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ന്യൂസിലുണ്ട്. ഓക്കെ, ഇത് കാണുന്നവരെ ഞാൻ വിചാരിച്ചിരുന്നത് നമുക്കൊരു സഹതാപം ഉണ്ടായിരുന്നു, അറിയാതെ പറ്റിയ തെറ്റ് കൊണ്ടാണ് അകത്ത് പോയത് എന്നുള്ളതൊക്കെ. ഈ ന്യൂസ് കണ്ടതിന് ശേഷം അത് അമ്പാടെ തിരിച്ചെഴുതേണ്ടി വന്നു. ആ ഒരു ന്യൂസ് ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്യാം. ഓക്കെ, അത് കണ്ടിട്ട് നിങ്ങൾ ബാക്കി പറയും, നമുക്ക് ബാക്കി അതിനെക്കുറിച്ച് സംസാരിക്കാം. ആ ന്യൂസ് ഞാനിവിടെ വെക്കാം കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ നഴ്സ് നിമിഷപ്രിയയുടെ കേസാണ്. യമൻ സ്വദേശിയായ തലാൽ മെഹദിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി എന്ന കുറ്റത്തിനാണ് നിമിഷപ്രിയയ്ക്ക് യമൻ കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ചില സംഘടനകളും പ്രതിപക്ഷ നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ആഴത്തിലിറങ്ങുന്നതിന് മുൻപ് നിമിഷപ്രിയക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ എന്താണെന്നും ഏത് സാഹചര്യത്തിലാണ് യമൻ കോടതി വധശിക്ഷ വിധിച്ചതെന്നും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ വിഷയത്തിൽ നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നതും പരിശോധിക്കേണ്ടതുണ്ട്. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ ടോമി തോമസ് 2008 മുതലാണ് യമനിൽ നഴ്സായി ജോലി ചെയ്തു വരുന്നത്. 2011 നിമിഷ കേരളത്തിലേക്ക് തിരികെ വരികയും ടോമി തോമസിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. വിവാഹശേഷം ഭർത്താവിനോടൊപ്പം നിമിഷപ്രിയ യമനിലേക്ക് മടങ്ങിയെങ്കിലും 2014 യമനിലെ ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനെ തുടർന്ന് ഭർത്താവ് ടോമി തോമസ് മകളോടൊപ്പം കേരളത്തിലേക്ക് മടങ്ങി. എന്നാൽ നിമിഷ യമനിൽ തന്നെ തുടർന്നു. 2015 നിമിഷപ്രിയ സർക്കാർ ആശുപത്രിയിലെ ജോലി ഉപേക്ഷിച്ച് തലാൽ അബ്ദോ മെഹദി എന്ന പ്രാദേശിക വ്യവസായിയെ വിവാഹം കഴിക്കുകയും അദ്ദേഹവുമായി ചേർന്ന് സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങുകയും ചെയ്തു. യമൻ കോടതി രേഖകൾ പ്രകാരം 2017 ജൂലൈ മാസത്തിൽ നിമിഷപ്രിയ തലാൽ അബ്ദോ മെഹദിക്ക് മയക്കുമരുന്ന് നൽകി കൊലപ്പെടുത്തുകയും തുടർന്ന് മറ്റൊരു നഴ്സിന്റെ സഹായത്തോടെ മൃതദേഹം കഷ്ണങ്ങളാക്കി പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി ഒരു ഭൂഗർഭ ടാങ്കിനുള്ളിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. മെഹദിയുടെ കൊലപാതകം പുറത്തറിഞ്ഞതിനെ തുടർന്ന് നിമിഷപ്രിയ അറസ്റ്റിലായി. സനയിലെ വിചാരണ കോടതിയിൽ ഒരു ഘട്ടത്തിൽ നിമിഷ കൊലപാതകം സമ്മതിച്ചിരുന്നു. തുടർന്ന് സനയിലെ വിചാരണ കോടതി നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈ വിധിക്കെതിരെ നിമിഷ യമനിലെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും സുപ്രീം കോടതിയും അവരുടെ അപ്പീൽ തള്ളി വധശിക്ഷ ശരിവെക്കുകയായിരുന്നു. അതിനുശേഷം നിമിഷ യമൻ പ്രസിഡന്റിന് ദയാഹർജി നൽകിയെങ്കിലും പ്രസിഡന്റും മാപ്പ് നൽകാൻ തയ്യാറായില്ല. കൊല്ലപ്പെട്ട തലാൽ അബ്ദോ മെഹദിയുടെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാനും ഇതുവരെ തയ്യാറായിട്ടില്ല. നിമിഷപ്രിയയെ രക്ഷിക്കാൻ സാധ്യമായ എല്ലാ നിയമപരമായ ശ്രമങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും അവരുടെ കുറ്റകൃത്യം അത്ര ഗുരുതരമായതിനാൽ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ ഇപ്പോഴുള്ള കാഴ്ചപ്പാടെ മാറിയില്ലേ? ഒരു അബദ്ധത്തിൽ ഒരാളെ കൊല്ലുന്നത് ഓക്കെ, അബദ്ധം പറ്റിയതാണ്, ക്ഷമിക്കാം. പക്ഷെ ഇത് മനഃപൂർവ്വം മയക്കുമരുന്ന് കൊടുത്ത് കൊന്നതിന് ശേഷം കഷണങ്ങളാക്കിയിട്ട് ഒരു ഗാർബേജ് തൊട്ടിയിൽ കൊണ്ടുപോയിട്ടാണ് ഒരു ഭൂഗർഭ അറയിൽ. അത് മനഃപൂർവ്വം കൊന്ന തന്നെയാണ്. അതേപോലെ തന്നെ അവനെ കല്യാണം കഴിച്ചു എന്നും പറയുന്നുണ്ട്. ഒരു നാട്ടിൽ ഭർത്താവ് ഉണ്ടാകുമ്പോൾ തന്നെ വേറൊരാളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ശരിയായ കാര്യമല്ല. എങ്കിലിങ്ങനെ ഈ ന്യൂസ് റിപ്പോർട്ട് കറക്റ്റ് ആണെങ്കിൽ കേട്ടോ, ഈ ന്യൂസ് റിപ്പോർട്ട് കറക്റ്റ് ആണെങ്കിൽ ഒരു ന്യൂസ് വെറുതെ ഇങ്ങനെ എന്തായാലും വെറുതെ പരത്തിയിടൂലല്ലോ. ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും മോശമായിട്ടുള്ള കാര്യമാണ്. കൊന്നതിന് വധശിക്ഷ തന്നെ കിട്ടണം, ഇല്ലേ? കറക്റ്റാണ്, കോടതി വിധിച്ചത് കറക്റ്റാണ്. അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ കിട്ടുമെന്നുള്ള സംശയം. പക്ഷേ യമനിൽ മറ്റേ ഷെയ്യ നിയമമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എന്തൊക്കെയോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ കാരണം അവിടെ ഇത് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്താ പറയുക, ആ കുടുംബത്തിന് ഒരാൾ നഷ്ടപ്പെട്ടു. ആ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കുന്ന ഒട്ടും എനിക്ക് തോന്നുന്നില്ല.
സോ ഇപ്പോൾ വന്ന ഈ വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, വധശിക്ഷ നീട്ടി വെച്ചു എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കാന്തപുരം MP ഇടപെട്ടിട്ട് കാര്യങ്ങളൊക്കെ നീട്ടിവെച്ചു, റദ്ദാക്കിയിട്ടില്ല, നീട്ടിവെച്ചു. ഓക്കെ, നാളെ 16-ാം തീയതിയാണ് അത് നടപ്പാക്കാൻ ഇരുന്നിരുന്നത്. സോ അത് നീട്ടിവെച്ചിട്ടുണ്ട്. സോ അവർ ഇടപെട്ടത് കൊണ്ടായിരിക്കും നീട്ടിവെക്കുക. പക്ഷെ ഇത് റദ്ദാക്കുന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഒരാളെ അതിക്രൂരമായിട്ടാണ് കൊന്നു കളഞ്ഞിട്ടുള്ളത്. ഈ ക്രൂരമായിട്ട് കൊന്നു കളഞ്ഞതിന് ശേഷം എന്താണ് എനിക്ക് മാപ്പ് വേണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. സോ നമുക്കിതിന് ബാക്കി കണ്ടോക്കാം. യമനിലെ നിയമവ്യവസ്ഥ, പ്രത്യേകിച്ചും ശരീഅത്ത് നിയമം ഇത്തരം കേസുകളിൽ വളരെ കർശനമാണ്. ശരീഅത്ത് നിയമപ്രകാരം കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് പ്രതിക്ക് മാപ്പ് നൽകാനും പകരം ബ്ലഡ് മണി അഥവാ ദിയാധനം സ്വീകരിക്കാനും മായ തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്താ ഇതിലൊക്കെ പറയാ? സോ ടോട്ടലി ഡിപ്പെൻഡ് ആ ഫാമിലിനാണ്. അതായത് ഈ തലാൽ എന്ന് പറയുന്ന ആളുടെ ഫാമിലിയാണ് ഇനി ഇതിൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. സോ നിമിഷപ്രിയയുടെ ജീവൻ ഇനി അവരുടെ കയ്യിലാണ്. സോ അവരെന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ചിരിക്കും. സോ അവരെന്തായാലും ബ്ലഡ് മണി സ്വീകരിക്കില്ല എന്നുള്ള ഓൾറെഡി അവർ പറഞ്ഞിട്ടുണ്ട്. എത്ര 1 മില്യൺ 8 കോടി ഇന്ത്യൻ റുപ്യാണ് അവർക്ക് വേണ്ടത്, അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. സോ അതൊന്നും നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. സോ നിമിഷപ്രിയൻ്റെ കേസിൽ ഇനി ആ കുടുംബം എന്ത് തീരുമാനം എടുക്കുന്നു അതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ. അല്ലാതെ നമ്മളിവിടെ കടന്നിട്ട് നമ്മുടെ നാട്ടിൽ കുറേ എണ്ണം ഉണ്ടാകും, ന്യൂസ് ചാനലിലൊക്കെ വന്നിരുന്ന് അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, മറ്റു ചെയ്താൽ മതി. നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഈ ഹൂതികളുമായിട്ടൊന്നും വലിയ ബന്ധങ്ങളൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ ഹൂതികളുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ അധികം ചർച്ച ചെയ്യാനും അവർക്കൊന്നും നടക്കില്ല. അവർ ഒമാൻ വഴിയോ അല്ലെങ്കിൽ കുവൈത്ത് വഴിയൊക്കെ ആയിരിക്കും അവർ ചർച്ചകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. സോ അവിടുത്തെ രാജാവിൻ്റെ മുഖേനയൊക്കെ ആയിരിക്കും ഈ സംഭവങ്ങൾ. നമ്മുടെ 18 നേഴ്സുമാർ പണ്ട് കുടുങ്ങിയില്ലായിരുന്നോ? ആ സംഭവത്തിലും നേരിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. സോ ഈ ഒമാൻ, സൗദി, അതേപോലെ തന്നെ ഖത്തർ രാജാവ് അവരൊക്കെ മുഖേനയാണ് അവരെ നൈസായിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. സോ ഇതിലിപ്പോൾ എന്താ പറയുക, ഇതിലിപ്പോൾ ശിക്ഷ കിട്ടണോ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണം, കിട്ടേണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണ്ട. സോ ഒരു എന്താ പറയുക, ഈ വധശിക്ഷ ഒഴിവാക്കിയിട്ട് ജയിലിൽ കിടക്കുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കഴിഞ്ഞാലും ഒരു 5-6 വർഷത്തിനുള്ളിൽ പുറത്തിറങ്ങാൻ പറ്റും. പക്ഷെ ഒരു ജീവൻ്റെ കേസായതുകൊണ്ടാണ് സോ എല്ലാവരും ഇടപെടുന്നത്. ജീവൻ രക്ഷിക്കാൻ, ഇതിൽ പറഞ്ഞ പോലെ തന്നെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്നതാണെങ്കിൽ രക്ഷിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, അതിലൊന്നും നമുക്കൊന്നും ചെയ്യാനൊന്നുമില്ല. സോ ടോട്ടലി ഡിപ്പെൻഡ് ഓൺ ആ ഫാമിലിയിലാണ്. ആ ഫാമിലിയിലെ ആൾക്കാർ എന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ.